ഞാൻ ഇന്നലെ ശശികല ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെ വീഡിയോ കണ്ടു. ടീച്ചർ എന്നൊന്നും ഞാൻ വിളിക്കൂല, ശശികല എന്നും വിളിക്കൂല, വിശകല, അതാണ് ഈ സ്ത്രീക്ക് ചേരാന്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നല്ല, എങ്ങനെയൊക്കെ വർഗീയത പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഇയാൾ വർഗീയത പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇയാളുടെ ഫേസ്ബുക്ക് പേജിലൂടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശശികലയല്ല, നല്ല നാടൻ വിശകല. അപ്പൊ നമുക്ക് ഇന്ന് ഈ സ്ത്രീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കുറച്ച് മറുപടി എടുക്കാനുണ്ട്. അതിനു മുൻപ് എന്നോട് ഇന്ന് രാവിലെ മുതൽ കുറെ സംഖ്യകൾ ചോദിക്കുകയാണ്, നീ അബ്ദുള്ള പറയുന്ന വർഗീയത ഒന്നും കണ്ടിട്ടില്ലേ എന്ന്. എന്നോട് ആ ചോദ്യം ചോദിച്ച ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വർഗീയവാദികളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വർഗീയത ആര് പറഞ്ഞു കഴിഞ്ഞാലും, അതിപ്പോ ഓന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശകല പറഞ്ഞു കഴിഞ്ഞാലും അവരെ വിമർശിക്കുക തന്നെ ചെയ്യും. ഈ ഓന്ത് അബ്ദുള്ളയെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഊളയൊന്നും സപ്പോർട്ട് ചെയ്തിട്ട് യാതൊരുവിധ ഉപകാരമില്ല. കാരണം ഇയാള് മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ആ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെച്ചത്. അതിനൊന്നും നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവരവരുടെ വിശ്വാസമായിട്ട് ജീവിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമായിട്ട് ജീവിക്കുക. അതിന്റെ ഇടയിൽ കയറിയിട്ട് തന്തയില്ലായ്മ പറയാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് ഓന്ത് അബ്ദുള്ളയോട് പറയാനുള്ളത്. അപ്പോൾ ഓന്താണെങ്കിലും വിശകലയാണെങ്കിലും വർഗീയത ആര് പറഞ്ഞു കഴിഞ്ഞാലും, അതേത് മതത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു കഴിഞ്ഞാലും അവരെ വിമർശിക്കുക തന്നെ ചെയ്യും. മുസ്ലിമാണ്, അവനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കുന്നില്ല. വർഗീയത ആര് പറയുന്നുണ്ട് അവരെ ഞാൻ വിമർശിക്കും. മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല എന്നുള്ള ഒരു ഇതങ്ങ് മാറിക്കിട്ടില്ല സംഖ്യകളെ. വർഗീയത ആര് പറഞ്ഞു കഴിഞ്ഞാലും അവരെ ഞാൻ വിമർശിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ശശികലയുടെ വീഡിയോയിൽ വർഗീയത കൂടുതലുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും നമുക്കൊന്ന് കേട്ടുവെക്കാം. ഞങ്ങളെയൊക്കെ നിങ്ങൾക്ക് വർഗീയവാദികൾ എന്ന് പറയാം. നിങ്ങളെ പോലുള്ള ആളുകളെ എന്തുകൊണ്ടാണ് നാട്ടുകാരൊക്കെ വർഗീയവാദികൾ എന്ന് പറയുന്നത് എന്നെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കണ്ടേ വിശകല ടീച്ചറെ? നാട്ടുകാർ പറയുന്നു വർഗീയവാദികളാണെന്ന്. നിങ്ങൾ സത്യത്തിൽ വർഗീയവാദിയാണ്. കാരണം നിങ്ങൾ ജീവിക്കുന്നത് തന്നെ ഇവിടെയുള്ള മുസ്ലിംസിനെ കുറ്റം പറയാനുള്ള അവസരമുണ്ടോ, അവർക്കെതിരെ സംസാരിക്കാനുള്ള അവസരമുണ്ടോ, വർഗീയത പറയാനുള്ള അവസരമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത് നിങ്ങൾ വർഗീയവാദി തന്നെയാണ്. പറയല് മാത്രമല്ല, അതാണ് സത്യം. അതെ, ഒരുപക്ഷെ പണ്ട് സഖാവ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഇസ്ലാമിക ഭരണത്തിലേക്ക് കേരളം ഇസ്ലാമിക ഭരണത്തിലേക്ക് അഥവാ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് തന്നെ വെച്ചോ. അതിനെന്താ കുഴപ്പോ? ഭരിക്കുന്ന ആള് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടാണോ നാട്ടുകാർ വോട്ട് ചെയ്യുന്നത്? നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്ന ആൾക്കല്ലേ നാട്ടുകാർ വോട്ട് ചെയ്യുന്നത്. എന്ത് വലിയ വർഗീയവാദിയാണല്ലേ ഇതൊക്കെ. എന്തെങ്കിലും പറഞ്ഞ് വർഗീയത തുപ്പാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇതേപോലത്തെ പൊട്ടത്തരമൊക്കെ ഇതേപോലുള്ള വിശകലമാരുടെ വായിൽ നിന്ന് വരുന്നത്. കേരളം ഇസ്ലാമിക ഭരണത്തിലേക്ക് നിങ്ങൾ എന്താ പറയുന്നത്? ചിന്തിച്ച് നോക്ക്, എത്ര വലിയ പൊട്ടത്തരമാണ് ഈ പറയുന്നതെന്ന്. മതമല്ല ഇവിടെ നോക്കേണ്ടത്, നല്ല വ്യക്തികളുണ്ടോ എന്നാണ് നോക്കേണ്ടത്. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇവിടെ ചിലരുടെ രാഷ്ട്രീയ തക്കിയ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെന്താ പറഞ്ഞത്? രാഷ്ട്രീയ തക്കിയ? അതൊന്നും നമുക്കൊന്നും ഇതേപോലത്തെ വാക്കുകളൊന്നും കേട്ട് പരിചയമില്ല മോനെ, അതുകൊണ്ടാ ചോദിക്കുന്നത്. രാഷ്ട്രീയ തക്കിയ എന്ന് പറഞ്ഞ എന്തെന്നാ അവസാനിപ്പിച്ചല്ലോ. ഈ സംഗീണിമാര് ഈ സംസ്കൃതമൊക്കെ മലയാളികളോട് പറഞ്ഞു കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ സംസ്കൃതമൊക്കെ രഹസ്യമായിട്ട് സംഘികളോട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ രാഷ്ട്രീയ തക്കിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കെന്തായാലും അത് മനസ്സിലായിട്ടില്ല. എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. രണ്ട് മുന്നണികളുടെയും ഭാഗമായി നിന്ന് നേടാവുന്നതെല്ലാം നേടി, രണ്ട് പാർട്ടികളുടെ ഇടയിൽ നിന്ന് നേടാവുന്നതെല്ലാം നേടി. എന്താ ഉദ്ദേശിച്ചെന്നറിയോ? ഇവിടെയുള്ള മുസ്ലിംസ് CPM-ലും UDF-ലും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് അവർ നേടാവുന്നതെല്ലാം നേടി എന്നാണ് പറയുന്നത്. ഇതേപോലെ വിഷം തൊപ്പുന്ന ആരെങ്കിലും നിങ്ങളിപ്പോ അടുത്തായിട്ടും കണ്ടിട്ടുണ്ടോ? മതമല്ല നോക്കേണ്ടത്, അവരുടെ പ്രവർത്തനമാണ് നോക്കേണ്ടത്. അതിനവർ മതേതര വേഷം കെട്ടി, അതായത് CPM-ലും UDF-ലും നിന്നുകൊണ്ട് മതേതര വേഷം കെട്ടി നേടേണ്ടതെല്ലാം നേടി എന്നാണ് നമ്മുടെ ശശികല ടീച്ചർ പറയുന്നത്. ടീച്ചറല്ല, വിശകല ടീച്ചർ തന്നെ പറഞ്ഞു പോന്നെ. ഇത് മറ്റേ നോമ്പായിപ്പോ അല്ലെങ്കിൽ ഇതിനെല്ലാം മറ്റേ എന്താ പറയുന്നത്, രാവിലെ ഒഴിവാക്കുന്ന സാധനമില്ലേ, അതാണ് ഉദ്ദേശിക്കേണ്ടത്. അങ്ങനെ വിചാരിച്ചാൽ മതി. ബാക്കി പറ. സ്വതന്ത്ര വേഷം കെട്ടി, മുസ്ലിം നാമധാരിയായിട്ടുള്ള ആരെങ്കിലും സ്വതന്ത്ര വേഷം കെട്ടിയിട്ടുണ്ടോ? ബാക്കി പറ. തീവ്രവാദ സംഘടനകളുടെ വേഷം കെട്ടി. എല്ലാ തള്ളേ, നിങ്ങൾ എന്ത് പൊട്ടത്തരമാണ് ഈ വിളിച്ചു പറയുന്നത്? തീവ്രവാദ സംഘടനയുടെ വേഷം കെട്ടിയെന്ന ഇവിടെ അതിന് തീവ്രവാദം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? തീവ്രവാദം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ ED വന്നിട്ട് എല്ലാവരെയും പിടിച്ചു കൊണ്ടുപോകില്ലേ? നിങ്ങൾ എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. തീവ്രവാദം എന്ന് പറഞ്ഞ സംഭവം കേരളത്തിലില്ല. കേരളത്തിൽ തീവ്രവാദം ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ സംഖ്യകളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. അവന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെയുള്ള ഏറ്റവും വലിയ തീവ്രവാദ സംഘടന അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള സംഘടന തന്നെയാണ്. ആ പേര് ഞാൻ പറയുന്നില്ല. എന്തായാലും ബാക്കിയൂടെ കേൾക്കാം. ഇതുവരെ ഈ കുയിൽ മുട്ടകളെ അടവെച്ച് വിരിയിച്ച എല്ലാ കാക്കകളും വിഡ്ഢികളാകാൻ പോവുകയാണ്. അതായത് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ മത്സരിച്ച സമയത്ത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകളൊക്കെ വിഡ്ഢികളാവുന്നുണ്ട് എന്നാണ് നമ്മുടെ ശശികല ടീച്ചർ ടീച്ചറല്ല വിശകല പറഞ്ഞുകൊണ്ടുവരുന്നത്. എന്തായാലും വിശകലയോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ മനസ്സിലുള്ള വർഗീയത ഉള്ള അത്ര ഈ ലോകത്ത് മറ്റൊരാൾക്ക് ഉണ്ടാവുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് ജാഗ്രത ഇനിയും നമ്മൾ പാലിച്ചില്ലെങ്കിൽ, ഇനിയും മതേതരത്വത്തിന്റെ ആ മയക്കുമരുന്ന് സേവിച്ച് മയങ്ങാനാണ് ഭാവമെങ്കിൽ വലിയ വില, വളരെ വലിയ വില
കേരളം നൽകേണ്ടി വരും. അല്ല വിശകലെ, നിന്റെ തന്തയല്ലാലോ കേരളത്തിലുള്ള ഓരോ ജനങ്ങളുടെയും തന്ത. നിന്റെ തന്ത ഇങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് നീ ഇങ്ങനത്തെ തന്തയില്ലായ്മ പറയുന്നത്. ഇവളെന്താണ് ഇപ്പൊ പറഞ്ഞത്? മതേതരം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു. മതേതരം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് വലിയ വില കൊടുക്കാതെ നിൽക്കുന്നത്. ഞാനങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നല്ല, നമ്മളിപ്പോ മതേതരൊന്നും കാത്തു സൂക്ഷിക്കാതെ യുപിയിലൊക്കെ ജീവിക്കുന്നത് പോലെയാണ് ഇവിടെ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രം നഷ്ടം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ കലാപമായിട്ട് എത്ര പേര് മരിക്കും. ഇതുപോലും ചിന്തിക്കാനും കഴിവില്ലാത്ത ഊള സ്ത്രീകളാണ് ഇതേപോലുള്ള തീട്ടങ്ങൾ. അത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്, നോമ്പാണെന്നൊന്നും ഓർത്തില്ല. ഇതേപോലത്തെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളും പ്രതികരിക്കണം. പ്രതികരിച്ചിട്ടില്ലെങ്കിൽ മതേതരം കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ ഇടയിലോട്ട് ഇതേപോലത്തെ വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് ഇതേപോലത്തെ വാക്കുകളൊക്കെ വീകും. അത് സർവ്വസ്വാഭാവികമാണ്, നോമ്പോ മറന്നുപോയതല്ല. എന്തായാലും നമുക്ക് വാക്കുകൂടി കേൾക്കാം. മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഭയം വേണ്ട, പക്ഷേ ജാഗ്രത യഥേഷ്ടം വേണം. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള വിശകല ടീച്ചർമാരെ ഭയക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ജാഗ്രത വേണം. ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെ വർഗീയത ഉണ്ടാക്കി കൊടുക്കാമെന്ന് പഠിപ്പിക്കുന്ന ടീച്ചറാണോ എന്ന് നമ്മളെല്ലാവരും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവളുടെയൊക്കെ വായിൽ നിന്ന് അമ്മാതിരി വാക്കുകളാണ് വരുന്നത്. മതേതരം പോലും വേണ്ട എന്ന് പറഞ്ഞ പൂളപ്പെണ്ണാണിത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ വലുതാക്കി തരാം. നമ്മുടെ വലിയ ചാനൽ പോയി, ഇതിപ്പം കുഞ്ഞു ചാനലാണ്. ഇതൊന്ന് വലുതാക്കി തരണം നിങ്ങൾ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഇവിടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.